തിരുവനന്തപുരത്തെ വിവാഹ തട്ടിപ്പുകാരിയെ ഒടുവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. 10 പേരെ വിവാഹം ചെയ്ത ശേഷം മുങ്ങിയ യുവതിയാണ് ആര്യനാട് പോലീസിന്റെ പിടിയിലായത്. ഓൺലൈനിൽ വിവാഹ പരസ്യം നൽകിയാണ് എറണാകുളം സ്വദേശി രേഷ്മ വിവാഹ തട്ടിപ്പ് പരമ്പര നടത്തിയത്. അടുത്ത വിവാഹം കഴിക്കാനായി ഒരുങ്ങിയിരിക്കുമ്പോഴാണ് രേഷ്മ പോലീസിന്റെ പിടിയിലായത് എന്നതാണ് ഏറെ കൗതുകകരം. വിവാഹം കഴിക്കാനായി ഓൺലൈനിൽ പരസ്യം നൽകുന്ന യുവാക്കളെ നോട്ടമിട്ടായിരുന്നു എറണാകുളം സ്വദേശി രേഷ്മ തട്ടിപ്പ് നടത്തി വന്നിരുന്നത്. അരുൺ സോളമനുണ്ട് നമുക്കൊപ്പം. അരുൺ സോളമൻ, വിചിത്രമായൊരു തട്ടിപ്പാണ്. മാത്രമല്ല, അടുത്ത തട്ടിപ്പിന് വേണ്ടി വല വിരിച്ചിരിക്കുമ്പോഴാണ് പോലീസിന്റെ വലയിലാകുന്നതും. എങ്ങനെയായിരുന്നു രേഷ്മയുടെ ഈ കല്യാണ തന്ത്രം? അരുൺ, എറണാകുളം കാഞ്ഞിരമറ്റം സ്വദേശി രേഷ്മ നാളിതുവരെ വിവിധ ജില്ലകളിലായിട്ട് 10ഓളം യുവാക്കളെയാണ് വിവാഹ വാഗ്ദാനം നൽകി. ഈ വിവാഹ വാഗ്ദാനം നമുക്ക് പറയാൻ കഴിയില്ല, വിവാഹ തട്ടിപ്പിന് ഇരയാക്കിയിരിക്കുന്നത്. കാരണം ഇവർ വിവാഹം കഴിച്ചതിന് ശേഷം യുവാക്കളുടെ പക്കലുള്ള സ്വർണവും പണവും തട്ടിയെടുത്തതിന് ശേഷം മുങ്ങുന്ന രീതിയായിരുന്നു ഈ രേഷ്മയ്ക്ക് ഉണ്ടായിരുന്നത്. ഇവർക്ക് 2 വയസ്സ് ഉള്ള ഒരു മകൻ കൂടി ഉണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ പ്രാഥമികമായും ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ഇവർ പിടിയിലായിരിക്കുന്നത് നിലവിൽ കാട്ടാക്കട ഡിവൈഎസ്പി ഷിബുവിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് യുവതിക്ക് വേണ്ടിയിട്ട് വല വിരിച്ചത്. ഇതിന് പിന്നാലെ ആര്യനാട് പഞ്ചായത്ത് അംഗം കൂടിയായിട്ടുള്ള യുവാവ് ഇവർക്ക് ഒരു വിവാഹ കഴിക്കാമെന്ന് പറഞ്ഞ് യുവതിയെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം. നിലവിൽ ഇവർ പ്രധാനമായിട്ടും തട്ടിപ്പ് നടത്തുന്നത് ഓൺലൈനിലൂടെ വിവാഹ പരസ്യം നൽകിയാണ് തട്ടിപ്പ് നടത്തി വന്നിരുന്നത്. അങ്ങനെ ഒരു പരസ്യത്തിലൂടെയാണ് ആര്യനാട്ടിലുള്ള പഞ്ചായത്ത് അംഗത്തെ പരിചയപ്പെടുകയും തുടർന്ന് ഇവർ ദത്തെടുത്തതാണെന്നും ഇവർക്ക് നിലവിലുള്ള അമ്മ ഇവരെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ 5-ാം തീയതി തിരുവനന്തപുരത്ത് വെമ്പായത്തെത്തുകയും അവിടെ വെച്ച് ഈ യുവാവിൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ഒരു ദിവസം താമസിപ്പിക്കുകയും ചെയ്തു. പിന്നാലെയാണ് ഇവർ തട്ടിപ്പ് നടത്തുന്ന സ്ത്രീയാണെന്ന് യുവാവ് തിരിച്ചറിയുന്നു. പിന്നാലെ ഈ യുവതി വിവാഹത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുകയും ഒരു ബ്യൂട്ടി പാർലറിൽ കയറുന്ന സമയത്ത് ഇവരുടെ ബാഗ് പരിശോധിക്കുമ്പോഴാണ് ഈ കഴിഞ്ഞ നാളുകളിൽ ഇവർ വിവിധ യുവാക്കളെ തട്ടിപ്പിന് ഇരയാക്കി എന്നുള്ള വിവരം ഈ യുവാവ് തിരിച്ചറിയുന്നത്. പിന്നാലെ ആര്യനാട് പോലീസിനെ വിവരം അറിയിക്കുന്നു. ഇതിന് പിന്നാലെയാണ് ഡിവൈഎസ്പി ഷിബുവിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം യുവതിക്ക് വേണ്ടിയിട്ട് വലവിരിക്കുന്നത്. ഇതിനെ തുടർന്ന് ആര്യനാട് SHO എസ് അജീഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്നിപ്പോൾ യുവതിയെ പിടികൂടുകയും തുടർന്ന് കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അരുൺ, താങ്ക് യു. അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്. ഈ യുവതിയുടെ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് അതിവിദഗ്ധമായിട്ടാണ്. ആദ്യ വിവാഹമാണെന്ന് പറഞ്ഞാണ് ഈ 10 പേരെയും കളിപ്പിച്ച് 10 കല്യാണവും നടത്തിയിരിക്കുന്നത്. വിവാഹത്തിന് മുമ്പ് തന്നെ ഈ ഭർത്താവാകാൻ പോകുന്ന പ്രതിസുധ വരനെ കൊണ്ട് സ്വർണവും വിവാഹത്തിനുള്ള വസ്ത്രവും ഒക്കെ എടുപ്പിക്കും. കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ വസ്ത്രവും സ്വർണവും കല്യാണത്തിന് വേണ്ടി ശേഖരിച്ചിരിക്കുന്ന പണമുണ്ടെങ്കിൽ ബാക്കിയുണ്ടെങ്കിൽ അതുമായിട്ട് കടന്നു കളയും. ഇതായിരുന്നു രീതി. ഇവിടെ ഒരു വാർഡ് മെമ്പറുടെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചു പ്രതിസുധ വരൻ. കല്യാണത്തിൻ്റെ ദിവസം ബ്യൂട്ടി പാർലറിൽ പോകുന്നതിന് മുമ്പ് കുളിക്കാനെന്ന് പറഞ്ഞ് ബാത്റൂമിൽ കയറി. പക്ഷേ തിരിച്ചിറങ്ങിയപ്പോൾ കുളിച്ചതിൻ്റെ ലക്ഷണം വാർഡ് മെമ്പറുടെ ഭാര്യ കണ്ടില്ല. അങ്ങനെയാണ് സംശയം തോന്നുന്നത്. എന്തായാലും അതിവിദഗ്ധമായിട്ടാണ് 10 പേരെയും കളിപ്പിച്ചത്.